ഇന്ത്യയിലെയും അല്ലെങ്കിൽ ഏഷ്യയിലെയും പ്രധാനപ്പെട്ട കൃത്രിമ പല്ലുണ്ടാക്കുന്ന കമ്പനി എവിടെയാണെന്ന് അറിയാമോ? ലോകത്തിലെ ഏറ്റവും വലിയ സ്പൈസ് പ്രോസസിംഗ് കമ്പനി കേരളത്തിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ബ്ലഡ് ബാഗ് ഉണ്ടാക്കുന്ന കമ്പനി കേരളത്തിലാണ്. അതുപോലെ ഏഷ്യയിലെ ഏറ്റവും വലിയ കൃത്രിമ പല്ലുണ്ടാക്കുന്ന കമ്പനി കേരളത്തിലാണ്. അത് നിങ്ങളുടെ യഥാർത്ഥത്തിൽ ഡെൻകെയർ കേരളത്തിന്റെ അഭിമാനമാണ്. നാളുകളായി നമ്മുടെ വലിയൊരു ആഗ്രഹമായിരുന്നു സാർ ഇവിടെ നിന്ന് വരിക എന്നുള്ളത്. പലപ്പോഴും ഒരുമിച്ച് കാണുമ്പോൾ സാർ പറയും വരുന്നുണ്ട്, ഞെട്ടിക്കുന്ന സമയത്ത് വരുന്നുണ്ടെന്ന്. എന്നാൽ ഇന്ന് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം സഫലീകൃതമായ ദിവസമാണെന്ന് സാറോട് വന്നതിനകത്ത് നിങ്ങളെല്ലാവരുടെയും പേരിൽ നന്ദി പറയുന്നതോടൊപ്പം സാറിന് ഏതാനും ചില വാക്കുകൾ പറയാനായിട്ട് ഹൃദയപൂർവ്വം ഞാൻ ക്ഷണിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഡെൻകെയർ കേരളത്തിന്റെ അഭിമാനമാണ്. ഞാൻ ആദ്യം മന്ത്രിയായതിനു ശേഷം സംരംഭകരെ കണ്ടപ്പോൾ ഇന്ത്യയിലെയും അല്ലെങ്കിൽ ഏഷ്യയിലെയും പ്രധാനപ്പെട്ട കൃത്രിമ പല്ലുണ്ടാക്കുന്ന കമ്പനി എവിടെയാണെന്ന് അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ ഒരു സംരംഭകരും കൈപൊക്കില്ല. വ്യവസായ വകുപ്പിന്റെ ലിസ്റ്റിലും അന്ന് ഈ പേരില്ലതേ. എന്നാൽ ഇപ്പോ നാടാകെ ഡെൻകെയർ അറിയാം. കേരളത്തിന്റെ ഒരു പ്രതീകമായി ഡെൻകെയർ മാറുകയും കേരളത്തിന് പുറത്തു പോയിട്ടും ഇങ്ങനെയുള്ള കമ്പനികളുണ്ട്. ഇപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ സ്പൈസ് പ്രോസസിംഗ് കമ്പനി കേരളത്തിലാണ്. അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ ബ്ലഡ് ബാഗ് ഉണ്ടാക്കുന്ന കമ്പനി കേരളത്തിലാണ്. അതുപോലെ ഏഷ്യയിലെ ഏറ്റവും വലിയ കൃത്രിമ പല്ല് ഉണ്ടാക്കുന്ന കമ്പനി കേരളത്തിലാണ്. അത് നിങ്ങളുടെ ഡെൻകെയർ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങളെ കാണപ്പെടുന്നു. ഞാൻ അദ്ദേഹം എല്ലാം ഇവിടെയുള്ള ഈ പ്രദേശത്ത് ചുറ്റുവട്ടത്തൊക്കെ ഉള്ള മലയാളികളായ ആളുകൾ അവർ തന്നെ ഇവിടെ തൊഴിലെടുക്കുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് വേണ്ടത് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളാണ്. നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ജോലി ചെയ്യാൻ പറ്റുന്ന സ്ഥാപനങ്ങളാണ് കേരളത്തിന് ആവശ്യമായിട്ടുള്ളത്. ഇപ്പോ ഞങ്ങൾ ഡിജിറ്റലൈസ് ചെയ്യുന്നെന്ന് അദ്ദേഹം പറഞ്ഞല്ലോ. ഞാൻ നോക്കിയപ്പോ ഇവിടെ ഇപ്പോൾ AI വന്നത് കാലത്തിനൊത്ത് പുതുക്കി മുന്നോട്ട് പോകാൻ കഴിയുന്നു. അതിന് ഗവേഷണത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തു. മറ്റൊരു രഹസ്യം കൂടി ഞാൻ ഇന്ന് കണ്ടെത്തി. ലോകത്തിന്റെ വലിയ വിലയുള്ള ചില മെഷീനൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ 2-3 ഇദ്ദേഹം ഇമ്പോർട്ട് ചെയ്യുന്നുള്ളൂ. പിന്നെ എല്ലാം ഇവിടെ തന്നെ ഉണ്ടാക്കാൻ തുടങ്ങും. പ്രൊഡക്ഷൻ. അപ്പോൾ പല്ല് മാത്രമല്ല 3D മെഷീൻ വരെ ഇവിടെ മാനുഫാക്ചർ ചെയ്യുന്നു എന്നുള്ളതാണ്. അത് നമുക്ക് അഭിമാനമാണ്. ഇനിയും മുന്നോട്ട് പോകാൻ കഴിയട്ടെ. ഇന്ന് ഏഷ്യയിലാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ കൃത്രിമ പല്ലുണ്ടാക്കുന്ന കമ്പനിയായി മാറാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. 290 സ്ക്വയർ ഫീറ്റുള്ള ചെറിയ മുറിയിൽ നിന്ന് ഇന്ന് 3 ലക്ഷം സ്ക്വയർ ഫീറ്റുള്ള വിവിധ മേഖലകളായി പടർന്നു കിടക്കുന്ന സ്ഥാപനമായി മാറിയതിൽ ശ്രീ ജോൺ കുര്യാക്കോസിന്റെ കഠിനാധ്വാനം ഏറ്റവും പ്രധാനപ്പെട്ടത്. വളരെ താഴ്ന്ന നിലയിൽ നിന്ന്
കഠിനമായി അത് പറയുന്നതിന് അദ്ദേഹത്തിന് മടിയില്ല. ഞങ്ങൾ പല മീറ്റിങ്ങുകളിലും അദ്ദേഹം വന്ന സാഹചര്യമൊക്കെ വിശദീകരിക്കുമ്പോൾ എല്ലാവർക്കും ഊർജ്ജമാണ്, പ്രചോദനമാണ്. അതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത. ഇപ്പോ എന്താ പറയാറുണ്ട്, ഇപ്പൊ മിനിസ്റ്റർ ഇപ്പൊ ഡെൻകെയറിന്റെ അംബാസഡർ ആണ് അദ്ദേഹം. ശരിക്കും ജോൺ കുര്യാക്കോസ് ഇപ്പോൾ കേരളത്തിന്റെ ഒരു അംബാസഡറിന്റെ പോലെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മാനുഫാക്ചറിംഗ് രംഗത്തെ പ്രധാനപ്പെട്ട സ്ഥാപനമാണ്. ഞങ്ങൾക്ക് അദ്ദേഹം നൽകുന്ന സേവനം. ഇവിടെ നിന്നെല്ലാം എന്താണ് നിങ്ങളുടെ ബുദ്ധിമുട്ട്, വ്യവസായം കൊണ്ടുവരുന്നത്, ആ അഭിപ്രായങ്ങൾ കേട്ടിട്ടാണ് കേരളത്തിലെ നിരവധി നിയമങ്ങൾ പോലെയുള്ള എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേട്ടിട്ടാണ് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുള്ളത്. നമുക്ക് നന്നായി മുന്നോട്ട് പോകാം. അപ്പൊ അതിനൊരിക്കൽ കൂടി നിങ്ങളെല്ലാം കാണാൻ കഴിഞ്ഞിട്ടുള്ള സന്തോഷം കൂടി പങ്കുവയ്ക്കുന്നു. ഓണം കഴിഞ്ഞു, ഓണത്തിന്റെ ആശംസകൾ, നവീകരണം കഴിഞ്ഞു, എല്ലാ ആശംസകൾ കൂടി അർപ്പിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.